സ്ട്രക്ചർ ഓഫ് സ്പേം. നമുക്കിവിടെ സ്പേമിൻ്റെ സ്ട്രക്ചർ കാണാം. ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ സ്പേമിനെ കംപ്ലീറ്റ് ആയിട്ട് എൻവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ടാണ്. മറ്റൊന്ന്, ഈ സ്പേമിനെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് ഹെഡ് എന്ന് പറയും, മറ്റൊന്ന് നെക്ക് എന്ന് പറയുന്നു, പിന്നെ ഒന്ന് മിഡിൽ പീസാണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ടെയിൽ എന്നുള്ളൊരു ഫീച്ചറാണ്, ടെയിൽ. അപ്പോൾ നമുക്കൊരു സ്പേമിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഇതിൽ ഹെഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അക്രോസോം എന്ന് പറയുന്ന ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറുണ്ട്, മറ്റൊന്ന് ന്യൂക്ലിയസ് എന്നുള്ളൊരു സ്ട്രക്ചറുമുണ്ട്. ഇതിൽ അക്രോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഈ അക്രോസോമിൻ്റെ ഉള്ളിലൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് സ്പേം ലൈസിൻ എന്ന് പറയും. അക്രോസോമിൻ്റെ ഉള്ളിലുള്ള എൻസൈമിന് പറയുന്ന പേരാണ് സ്പേം ലൈസിൻ. ഈ എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഫെർട്ടിലൈസേഷൻ സമയത്ത് ഓവയുടെ മെംബ്രെയിൻ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അക്രോസോമിലുള്ള സ്പേം ലൈസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഓവയുടെ മെംബ്രെയിൻ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാം, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഇതിൽ കാണുക. ഇതിലാണ് ജനറ്റിക് മെറ്റീരിയൽ DNA ഉള്ളത്. അങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് ഹെഡിൽ പഠിക്കാനുള്ളത്. ഹെഡിൽ അക്രോസോം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് നെക്ക് എന്ന് പറയുന്നത്. ഈ നെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 2 സെൻട്രിയോളുകളാണ് കാണാൻ കഴിയുക. 2 സെൻട്രിയോൾ. ഒന്ന് ഇതാണ്, തൊട്ടപ്പുറത്ത് മറ്റൊരു സെൻട്രിയോളും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സെൻട്രിയോളിന്, ആദ്യം കാണുന്ന സെൻട്രിയോളിന് നമ്മൾ പറയുന്നു പ്രോക്സിമൽ സെൻട്രിയോൾ എന്ന് പറയും. പ്രോക്സിമൽ സെൻട്രിയോൾ. എന്താണ് പ്രോക്സിമൽ സെൻട്രിയോളിൻ്റെ ഫംഗ്ഷൻ? ദ ഹെൽപ്പ് ഇൻ ഫസ്റ്റ് ക്ലീവേജ് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. അതായത് സ്പേമും ഓവയും തമ്മിൽ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന റിസൾട്ട് സൈഗോട്ടാണ്. ഈ സൈഗോട്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷന് സഹായിക്കുന്നത് ഈ പ്രോക്സിമൽ സെൻട്രിയോൾ ആണ്. അതിനുശേഷം നമ്മൾ പറയുന്നു ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ സെൻട്രിയോൾ ആണ്. ഈ ഡിസ്റ്റൽ സെൻട്രിയോൾ ടെയിലിലെ ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, സോ പ്രോക്സിമൽ സെൻട്രിയോൾ ഹെൽപ്പ് ഇൻ ഫസ്റ്റ് ക്ലീവേജ് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. ഡിസ്റ്റൽ സെൻട്രിയോൾ ഗീവ് അറ്റാച്ച്മെൻറ്റ് ടു ടെയിൽ ഫിലമെൻറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗമായ മിഡിൽ പീസിലേക്ക് വരാം. മിഡിൽ പീസിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറസ് മൈറ്റോകോൺട്രിയ ഉണ്ട്, ഒരുപാട് മൈറ്റോകോൺട്രിയ. ഇത് സാധാരണ മൈറ്റോകോൺട്രിയയിൽ നിന്ന് വ്യത്യാസമാണ്, കാരണം ഇത് സ്പൈറൽ മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, മിഡിൽ പീസിൽ സ്പൈറൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയയുടെ സഹായത്തോട് കൂടിയിട്ടാണ് സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ മൂവ് ചെയ്യുക. സോ ദേ പ്രൊവൈഡ് എനർജി ഫോർ ദ മോട്ടിലിറ്റി ഓഫ് സ്പേം. സ്പേം മൂവ് ചെയ്യാൻ വേണ്ട എനർജി കൊടുക്കുന്നത് മിഡിൽ പീസാണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്, ടെയിൽ. ടെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിലമെൻ്റ് ഉണ്ട്. ഈ ഫിലമെൻറ്റിന് പറയുന്ന പേരാണ് ആക്സിയൽ ഫിലമെൻറ്റ്. ഈ ഒരു ടെയിലിൽ കാണുന്ന ആക്സിയൽ ഫിലമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ദേ മൂവ് ടുവാർഡ്സ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്. അതേപോലെ നമുക്ക് പറയാം ഈ ടെയിലുള്ള ആക്സിയൽ ഫിലമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്പേം ഫീമെയിൽ ഗാമീറ്റായ ഓവയുടെ അടുത്തേക്ക് നീന്തി പോകുന്നത്. ഓക്കെ, അങ്ങനെ സ്പേമിൻ്റെ ഭാഗങ്ങൾ 4 പറഞ്ഞു. ഒന്ന് ഹെഡ്, മറ്റൊന്ന് നെക്ക്, പിന്നെ ഒന്ന് മിഡിൽ പീസ്, അറ്റ് ലാസ്റ്റ് ടെയിൽ. Emtees Academy.